ഹായ് നമസ്കാരം. ഐക്കാൻഡി ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പോട്ട് സ്റ്റാൻഡിനെ കുറിച്ചിട്ടാണ്. ഒരു പോട്ട് സ്റ്റാൻഡ് എങ്ങനെ മേക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന സ്റ്റാൻഡാണ്. നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ യൂട്യൂബറൊക്കെ ആണെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ട് സ്റ്റാൻഡും കൂടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വുഡ് അതുപോലെ സിമെൻറ്റാണ്. ഇതിൻ്റെ മുകൾ ഭാഗം സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 24 ഇഞ്ചിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കാലിന് വേണ്ടിയിട്ട് ഞാൻ മോപ്പിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് മോപ്പിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന മോപ്പുണ്ടല്ലോ, അതിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. ഒരു സ്റ്റിക്കിന് ഏകദേശം 15 രൂപ 20 രൂപ ആ നിരക്കിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 3 എണ്ണം മതി. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ ഹാഫായിട്ടാണ് ഞാൻ, അതായത് പകുതി കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഏകദേശം എനിക്കൊരു 50 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. പോട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് വീട്ടിലിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു മപ്പിൻ്റെ സ്റ്റിക്കാണ്. അതായത് നമ്മൾ തറയൊക്കെ തുടപ്പിൻ്റെ അതിൻ്റെ നമ്മൾ പിടിക്കുന്ന വടിയാണ്. ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളിതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി. ഇനി ഇത് നമ്മൾ ടാപ്പ് കൊണ്ട് അളന്നെടുക്കുക. അപ്പോൾ 23.5 മാർക്ക് ചെയ്യാം. 23.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. പേന ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളിത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ആക്ഷൻ ബ്ലേഡോ അതല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വുഡ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. 23.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 സ്റ്റിക്ക് കിട്ടും, 2 വടികൾ കിട്ടും. കട്ടായിട്ട് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടി പേപ്പർ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യണത് ലോക്കാണ്. അതായത് നമ്മൾ സിമെൻറ്റിലോട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ലോക്ക് നമ്മൾ ഈ സ്റ്റിക്കിന് ഈ വടിക്ക് ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി പോരും അതുമെന്ന്. ഓക്കെ. നെക്സ്റ്റ് നമ്മളിതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ടാപ്പിൻ്റെ ആവശ്യമില്ല.
ഓക്കെ, ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക. രണ്ടെണ്ണത്തിന് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, കാരണം ബാക്കിയുള്ളതിന് അതിൻ്റെ ത്രെഡ് വരുന്നുണ്ട് ഓൾറെഡി സ്റ്റിക്കിൻ്റെ അറ്റത്ത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മതി. ഇനി നിങ്ങളെ ഐഡിയക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മൊപ്പിൻ്റെ സ്റ്റിക്കിൻ്റെ വേണമെന്നില്ല, നിങ്ങൾക്ക് GI പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. 1 ഇഞ്ചിൻ്റെ 3/4 ഇഞ്ചിൻ്റെ ഒക്കെ GI പൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ടില്ല, നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇപ്പം 4 ലെഗ്സായി, 4 കാലുകളായി നമുക്ക്. ഓക്കെ, എന്തായാലും നമ്മൾ അകത്തോട്ട് മാറ്റാൻ പോവുകയാണ്. നല്ല മഴക്ക് ചാൻസ് വരുന്നുണ്ട്, മഴക്കാരൊക്കെ മൂടി നിൽക്കുകയാണ്. നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുപോലത്തെ ഒരു ബക്കറ്റ് വെക്കുക. ഒരുപാട് വലിയ ബക്കറ്റിന് ആവശ്യമില്ല, നമുക്ക് എത്രയാണോ അതിൻ്റെ മേൽഭാഗം അളവ് ആവശ്യം, അപ്പോൾ അതിന് ഒരു ചെറിയ പോട്ട് വെക്കാനൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബക്കറ്റ് വെക്കുക. ഈ ഒരു മാർക്ക് ചെയ്യുന്നത്, അതായത് പോട്ടിൻ്റെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ആ മേൽഭാഗത്തിൻ്റെ കനാണ് ഈ ഡിസ്പ്ലേ കാണുന്നത് പോലെ. ഏകദേശം ഒരു 1.5 ഇഞ്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 1.5 ഇഞ്ച് മതിയാവും. ഒരു 3 ഇഞ്ച് വരെയൊക്കെ ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. 1.5 ഇഞ്ചാണോ 3 ഇഞ്ച് ചെയ്യുമ്പോഴാണോ 2 ഇഞ്ച് ചെയ്യുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ഭംഗി എന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു തന്നു, അത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുക. എണ്ണ പുരട്ടുന്നത് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിന് കിട്ടണം, പൊട്ടി പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കിംഗ് ഓയിലോ മറ്റു ഓയിലോ വെച്ചിട്ട് പുരട്ടി കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ചെറിയൊരു കുപ്പിയുടെ അടപ്പാണിത്. ഏകദേശം 2 ഇഞ്ചോളം വരുന്നുണ്ട്. അത് സെൻട്രലൈസ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിക്ക് അതിൽ വെച്ച് മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത്ര പെർഫെക്റ്റ് ഒന്നും ആവണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 3 സ്റ്റിക്ക് വെച്ച് 3-4 നിങ്ങളുടെ ഇഷ്ടമാണ് വെച്ചിട്ട്, അതെങ്ങനെയാണോ നിങ്ങൾ ഐഡിയക്ക് വെക്കുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് സിമൻറ്റ് കലക്കി ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ്, കാരണം നമ്മളിത് ഫ്ലോറിലൊക്കെ വെക്കുമ്പോൾ ആ കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്താറുള്ളൂ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അതല്ലെങ്കിൽ ഒരു കാല് ഒരു സൈഡിലോട്ട് ഒരു കാല് ഒരു സൈഡിലോട്ടൊക്കെ തള്ളി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് 3 സൈഡും ഒരേ അളവ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത്ര റിസ്ക് ആയിട്ടുള്ള വർക്കൊന്നുമല്ല, പക്ഷേ ക്ഷമ വേണം, ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു വർക്കാണിത്. ഇതുപോലെ സെല്ലോ ടാപ്പ് പൊട്ടിക്കണമെന്നില്ല. സെല്ലോ ടാപ്പ് ഇല്ലാത്തവർക്ക് അത് വാങ്ങി ക്യാഷ് ഒന്നും കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വെച്ചാൽ അത് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മളിതിനകത്ത് ചെറിയൊരു പോട്ടും വെച്ചിട്ടുണ്ട്. ഇനി സിമൻറ്റ് കലക്കി ഒഴിക്കുകയാണ്. അതായത് ഞാൻ സാൻഡും മണലും സിമൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്, അതായത് കുറച്ച് കൂടുതൽ സിമൻറ്റ് എടുത്തു അത് നല്ലപോലെ ഗ്രൗട്ട് രൂപത്തിലാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിലാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത്. ബക്കറ്റിൻ്റെ 1.5 ഇഞ്ച് കനത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കാൻ പാടുള്ളൂ. അതുവരെ എടുത്ത് നോക്കരുത്, പൊക്കി നോക്കരുത്, ഒന്നും ചെയ്യരുത്. പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. പതുക്കെ എടുക്കാൻ പാടുള്ളൂ, ഒരുപാടൊന്നും സ്ട്രോങ് ആയിട്ട് തട്ടി കൊടുക്കരുത്, പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്.
അതൊക്കെ പൊക്കി നോക്കാം. ഓ, കുഴപ്പമില്ലാത്തത് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്യുക. അല്ലാതെയും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് അതുപോലെ യൂസ് ചെയ്യാം. ഞാനെന്തായാലും ഇവിടെ പേപ്പർ ഇട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഫിനിഷിങ്ങിൽ ഇത് ഇങ്ങനെയും വെക്കാം, അതായത് നമുക്ക് ഗ്രേ കളറായിട്ട് തന്നെ വെക്കാം. ചെറിയ സിമെൻറ്റിൻ്റെ ആ ഒരു കളറ് അതുപോലെ ഒന്നും ചെയ്യാതെയും വെക്കാം. അതൊരു ഭംഗിയാണ് ലൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മളെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി. അതിലേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൂടി ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടും നമ്മുടെ വീഡിയോക്ക്. ഇനി ഇത് പോളിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ എനാമൽ പെയിൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് കാണിക്കുന്നതായിരിക്കും. ഈ പോളിഷ് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു പോളിഷാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് അറിയാൻ വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോ കാണിക്കാതിരുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് മേക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.